السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള നാമങ്ങൾ അൽ അസ്മാഉൽ ഹുസ്ന. അതിൽ കഴിഞ്ഞ ദിവസം ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഒരു നാമമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള ഉലമാക്കളുടെ അഭിപ്രായങ്ങളും സൂചിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ഓരോ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങൾ, അതിൻ്റെ ആശയത്തെ മനസ്സിലാക്കാനാണ് നാം ഉദ്ദേശിക്കുന്നത്. ഇതിൽ അസ്മാഉൽ ഹുസ്നയുടെ അടിസ്ഥാനങ്ങൾ, അഥവാ എല്ലാ അസ്മാഉൽ ഹുസ്നയുടെയും നാമങ്ങളുടെയും ആശയങ്ങൾ മടങ്ങുന്ന 3 നാമങ്ങളുണ്ട് അള്ളാഹുവിൻ്റേത്. ആ 3 നാമങ്ങൾ തന്നെയാണ് ധാരാളമായി അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ നാം എല്ലാവരും ഉപയോഗിക്കാറുള്ള 3 നാമങ്ങൾ. അതിലൊന്ന് അള്ളാഹ് എന്നുള്ളത് തന്നെയാണ്. 2 അർ-റബ്ബ്, 3 അർ-റഹ്മാൻ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ബാക്കിയുള്ള എല്ലാ നാമങ്ങളുടെയും ആശയങ്ങൾ മടങ്ങുന്നതുമായ 3 നാമങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഈ 3 നാമങ്ങളെയും സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുകയും അതിൻ്റെ ആശയത്തെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം: അഅലം അന്ന ഹാദിഹി സൂറത ഇഷ്തമലത് അലാ ഉമ്മഹാത്തിൽ മതാലിബിൽ ആലിയ അതമ്മ ഇഷ്തിമാൽ. സൂറത്തുൽ ഫാത്തിഹയെ പറ്റി പറയുകയാണ്. സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് എല്ലാ മഹത്തരമായിട്ടുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. വതളമ്മനത്ഹാ അക്മല തളമ്മുൻ ഫശ്തമലത് അല തഅരീഫ് ബിൽ മഅബൂദ് തബാറക വതആല ബിസലാസതി അസ്മാ. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ 3 നാമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. മർജിഉൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉലിയ ഇലൈഹ. അള്ളാഹുവിൻ്റെ നാമങ്ങളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും എല്ലാം അടങ്ങുന്നത് ആ 3 നാമങ്ങളിലേക്കാണ്. വമദാറുഹ അലൈഹ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. വഹിയ അള്ളാഹു വറബ്ബു വറഹ്മാനു. ആ 3 നാമങ്ങൾ അള്ളാഹ്, റബ്ബ്, റഹ്മാൻ എന്നീ നാമങ്ങളാണ്. വബുനിയത്തി സൂറത്തു അലൽ ഇലാഹിയ വറുബൂബിയ വറഹ്മ. സൂറത്തുൽ ഫാത്തിഹ അത് നിലനിൽക്കുന്നത് ഉലൂഹിയത്തിനെ പറ്റി പരാമർശിച്ചുകൊണ്ടും റുബൂബിയത്തിനെ പറ്റി പരാമർശിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റി പരാമർശിച്ചുകൊണ്ടാണ്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് അർഹൻ അള്ളാഹു മാത്രമാണ്, അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്ന്. റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, സൃഷ്ടിപ്പും നിയന്ത്രണവും അധികാരവും എല്ലാം അള്ളാഹുവിൻ്റേതാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ചൊരിയുന്ന കാരുണ്യം. ഫഇയ്യാക നഅ്ബുദു മബ്നിയുൻ അലൽ ഇലാഹിയ്യ. സൂറത്തുൽ ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്നതിൽ ഇയ്യാക നഅ്ബുദു ഇലാഹിയത്തിനെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നെ അറിയിക്കുന്നതാണ്. വ ഇയ്യാക നസ്തഈനു അലർ റുബൂബിയ്യ. ഇയ്യാക നസ്തഈൻ എന്നുള്ളതോ റുബൂബിയത്തിനെ അറിയിക്കുന്നതാണ്. വ ത്വലബുൽ ഹിദായത്തി ഇല സിറാത്തുൽ മുസ്തഖീം ബിസിഫത്തിർ റഹ്മ. സിറാത്തുൽ മുസ്തഖീമിലേക്ക് അള്ളാഹുവിനോട് ഹിദായത്തിനെ ചോദിക്കുന്നു എന്നുള്ളത് റഹ്മത്തിനെ മുൻനിർത്തി, അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. വൽഹംദു യതളമ്മനുൽ ഉമൂർ അസ്സലാസ. ഹംദ് എന്നുള്ളത്, അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് ഈ 3 കാര്യത്തെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഫഹുവൽ മഹ്മൂദു ഫിൽ ഇലാഹിയത്തിഹി വറുബൂബിയത്തിഹി വറഹ്മത്തിഹി. അള്ളാഹുവാണ് ഇലാഹിയത്തിലും റുബൂബിയത്തിലും റഹ്മത്തിലുമെല്ലാം സ്തുതിക്കപ്പെടേണ്ടവൻ അള്ളാഹുവാണ്. ഇവിടെ പറഞ്ഞത് സൂറത്തുൽ ഫാത്തിഹയിൽ ഉൾക്കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ 3 നാമങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ആദ്യം ഈ 3 നാമങ്ങളാണ് നാം മനസ്സിലാക്കുന്നത്. അതിലൊന്നാമത്തേത് അള്ളാഹ് എന്നുള്ള നാമമാണ്. അള്ളാഹ് എന്നുള്ള നാമത്തിനോടൊപ്പം തന്നെ അൽ ഇലാഹ് എന്നുള്ളതും, രണ്ടും ഒരേ ആശയം തന്നെയാണ്. അൽ ഇലാഹ് എന്നതിൻ്റെ ആശയം തന്നെയാണ് അള്ളാഹ് എന്നുള്ളത്. കഴിഞ്ഞ ദർസിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇസ്മുല്ലാഹിൽ അഅ്ളം അത് അള്ളാഹു ആണ് എന്ന് അള്ളാഹ് എന്ന നാമമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതകളായി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അള്ളാഹ് എന്നുള്ള നാമം എന്ന് പറഞ്ഞാൽ എല്ലാ നാമങ്ങളും, അള്ളാഹുവിൻ്റെ മറ്റെല്ലാ നാമങ്ങളും നമ്മൾ പറയുമ്പോൾ അത് ആരുടെ നാമമായിട്ടാണ് പറയാറ്? അള്ളാഹുവിൻ്റെ നാമമായിട്ടാണ് റഹ്മാൻ എന്നും ഗഫൂർ എന്നും അങ്ങനെയൊക്കെ പറയാറുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമാണ് അള്ളാഹ് എന്നുള്ള നാമം. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നോക്കൂ, സൂറത്തുൽ അറാഫിലെ 180 ആയത്തിൽ കാണാം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്നയുള്ളത്. അപ്പോൾ അള്ളാഹ് എന്നതിലേക്കാണ് ചേർത്തിയിട്ടാണ് അസ്മാഉൽ ഹുസ്നയെ മൊത്തം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സൂറത്തു ത്വാഹയിലെ 8 ആയത്തിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹു എന്ന് പറഞ്ഞിട്ട് ആ അള്ളാഹുവിനാണ് അസ്മാഉൽ ഹുസ്ന ഉള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ നാമങ്ങളെയും ചേർത്തി പറയുന്നതിൽ അടിസ്ഥാനമാണ് അള്ളാഹ് എന്നുള്ളത്. സൂറത്തുൽ ഹശറിന്റെ അവസാന ആയത്തുകളിൽ ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ, അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും കൂടുതൽ ഒരുമിച്ച് പറയുന്ന ഭാഗമാണ് സൂറത്തുൽ ഹശറിന്റെ അവസാന ആയത്തുകൾ. അതിലെല്ലാം ആദ്യം പറയുന്നത് എന്താണ്? ഹുവല്ലാ, അള്ളാഹു. ആ അള്ളാഹു ആണ് ഇന്ന പേരുകൾ അള്ളാഹുവിന് ചേർത്തി പറയുന്നത്. അത് അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഈ അള്ളാഹ് എന്നുള്ള നാമം മറ്റുള്ള എല്ലാ നാമങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന, കാരണം ഈ അള്ളാഹ് എന്നുള്ളത് അടിസ്ഥാനമായതുകൊണ്ട് തന്നെ എല്ലാ നാമങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന വാക്കാണ് അള്ളാഹ് എന്നുള്ളത്. അതുപോലെ അള്ളാഹ് എന്നുള്ള വാക്കിൻ്റെ ഭാഷാപരമായിട്ട് തന്നെ അള്ളാഹ് എന്നുള്ളതിന് ചില പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം, ഉലമാക്കൾ അള്ളാഹ് എന്നുള്ള നാമത്തിന് പറയാറ് എന്താണ്? ഇസ്മുൽ ജലാല. ഇസ്മുൽ ജലാല എന്നാണ് ആ നാമത്തിന് പറയുക. ഭാഷാപരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു നാമത്തെ നമ്മൾ നിദാ ചെയ്ത് പറയുകയാണ് എങ്കിൽ, ഉദാഹരണം പറയാൽ അർ റഹ്മാൻ, അർ റഹീം, അൽ ഗഫൂർ, അതൊക്കെ നമ്മൾ എഴുതും. എന്നാൽ യാ വെച്ചുകൊണ്ട് നമ്മൾ വിളിക്കുകയാണെങ്കിൽ യാ അർ റഹ്മാൻ എന്ന് നമ്മൾ പറയില്ല, യാ അൽ ഗഫൂർ എന്ന് പറയില്ല, യാ അർ റഹീം എന്ന് പറയില്ല. എന്താ പറയുള്ളൂ? അലിഫ്ലാം അവിടെ നമ്മൾ ഒഴിവാക്കും. യാ റഹ്മാൻ, യാ റഹീം, യാ ഗഫൂർ അങ്ങനെയാണ് പറയുള്ളൂ. പക്ഷെ അള്ളാഹ് എന്നുള്ള നാമത്തിന് യാ വെച്ച്, യാവിൻ്റെ ഇതാവ് വെച്ച് നമ്മൾ തേടുമ്പോഴും യാ അള്ളാഹ് എന്നേ പറയുള്ളൂ. ആ അലിഫ്ലാം അവിടെ നിന്ന് ഒഴിവാകില്ല. എപ്പോഴും ആ അലിഫ്ലാം അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ പ്രത്യേകതയാണ് എല്ലാ ദിക്റുകളിലും, അതുപോലെ തന്നെ എല്ലാ ദിക്റുകളിലും തന്നെ അള്ളാഹ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചു, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ബിസ്മില്ലാ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും അള്ളാഹ് എന്നുള്ള നാമത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമം അള്ളാഹ് എന്നുള്ളതാണ്. കാരണം ഏകദേശം 2200 മുകളിൽ തവണ ഖുർആനിൽ അള്ളാഹ് എന്നുള്ള നാമം വന്നിട്ടുണ്ട്. 33ഓളം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരംഭിച്ചിട്ടുള്ളത് അള്ളാഹ് എന്നുള്ള നാമം കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം അള്ളാഹ് എന്നുള്ളതിൻ്റെ പ്രത്യേകതകളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ ലഫ്ളിയായിട്ടുള്ള പ്രത്യേകതകൾ, ഭാഷാപരമായിട്ടുള്ള ആ വാക്കിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകൾ മാത്രം 10ഓളം എണ്ണം എണ്ണി പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, وأما خصائصه المعنوية فقد قال فيها أعلم الخلق به لا أحصي ثناء عليك أنت كما أثنيت على نفسك. ഈ അള്ളാഹ് എന്നുള്ള നാമത്തിൻ്റെ ആശയത്തിൻ്റെ അർത്ഥത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ് എങ്കിൽ അഅലമുൽ ഖൽഖായിട്ടുള്ള, അഥവാ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ്? ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. അള്ളാഹ്, നീ നിന്നെ പുകഴ്ത്തിയതുപോലെ അല്ലെങ്കിൽ വാഴ്ത്തിയതുപോലെ സനാ ചെയ്തതുപോലെ
എനിക്ക് എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് വളരെ വിശാലമാണ്. എന്നിട്ട് പറയാണ് وكيف تحصى خصائص اسم مسمى كل كمال على الإطلاق وكل مدح وكل حمد وكل ثناء وكل مجد وكل جلال وكل كرم وكل عز وكل جمال وكل خير وإحسان وجود وبر وفضل فله ومنه. എങ്ങനെയാണ് അള്ളാഹ് എന്നുള്ളൊരു നാമത്തെ നമുക്ക് അതിൻ്റെ മഹത്വം, അതിൻ്റെ പ്രത്യേകത എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുക? കാരണം അതിലാണ് എല്ലാവിധ പരിപൂർണതയും, എല്ലാവിധ പുകഴ്ത്തലും, എല്ലാവിധ സ്തുതിയും, എല്ലാവിധ മഹത്വവും, എല്ലാവിധ ആദരവും, എല്ലാവിധ പ്രതാപവും, എല്ലാവിധ സൗന്ദര്യവും, എല്ലാവിധ ഔദാര്യവും, എല്ലാവിധ പുണ്യവും എല്ലാം അള്ളാഹുവിൽ നിന്നായിരിക്കെ എങ്ങനെയാണ് നമുക്കതിനെ അതിൻ്റെ മഹത്വം എണ്ണിത്തിട്ടപ്പെടുത്തി പറയാൻ സാധിക്കുക? ഫമാ ദുക്കിറ ഹാദൽ ഇസ്ം ഫീ ഖലീലിൻ ഇല്ലാ കസ്സറഹു. ഈ നാമം, അള്ളാഹ് എന്നുള്ള നാമം കുറഞ്ഞതിലാണ് പരാമർശിക്കപ്പെടുന്നതെങ്കിൽ അത് അധികരിക്കുന്നതാണ്. അഥവാ ബറക്കത്തുകൾ, ഇപ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞു കഴിക്കുന്ന ഭക്ഷണത്തിലും പറയാതെ കഴിക്കുന്ന ഭക്ഷണത്തിലും വ്യത്യാസം ഉണ്ടാകും. വലാ ഇൻദ ഖൗഫിൻ ഇല്ലാ അസാലഹു. ഭയമുള്ള സമയത്ത് അള്ളാഹ് എന്നുള്ള വാക്ക് പറയുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട ദിക്റുകളോ ദുആകളോ പറയുമ്പോൾ അത് നീങ്ങുന്നു. വലാ ഇൻദ കർബിൻ ഇല്ലാ കശ്ഫഹു. എന്തെങ്കിലും ഞെരുക്കം അനുഭവിക്കുകയാണ് എങ്കിൽ അള്ളാഹ് എന്നുള്ള നാമം കൊണ്ട് അത് നീങ്ങിപ്പോകുന്നു. പല ദുആഉൽ കർബിലും, പല ഞെരുക്കം അനുഭവിക്കുമ്പോൾ ദുആകളിലും അള്ളാഹ് എന്നുള്ള പദം കൊണ്ട് തന്നെ മാത്രം ദുആ വന്നിട്ടുണ്ട്. വലാ ഇൻദ ഹമ്മിൻ വഗമ്മിൻ ഇല്ലാ ഫറജഹു. ഒരാൾക്ക് ടെൻഷനോ ബേജാറോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹ് എന്നുള്ള നാമം, അതുമായി ബന്ധപ്പെട്ട ദിക്റുകൾ, അതിൻ്റെ ആശയം ആലോചിക്കുന്നത്, അത് നീങ്ങുന്നതാണ്, അതിൽ നിന്ന് തുറവ് ലഭിക്കുന്നതാണ്. വലാ ഇൻദ ളീഖിൻ ഇല്ലാ വസ്സഅഹു. എന്തെങ്കിലും ഞെരുക്കത്തിലാണെങ്കിൽ അള്ളാഹ് എന്നുള്ള നാമം അതിനെ വിശാലമാക്കുന്നതാണ്. വലാ തഅല്ലഖ ബിഹി ളഈഫുൻ ഇല്ലാ അഫാദഹു അൽ ഖുവ്വ. ദുർബലനായിട്ടുള്ള ഒരാൾ ഈ നാമവുമായിട്ട് ശക്തമായൊരു ബന്ധമുണ്ടാവുകയാണ് എങ്കിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന പോലെയുള്ള ആ അള്ളാഹ് എന്നുള്ള നാമം ഉൾക്കൊള്ളുന്ന ദിക്റുകൾ പറയുകയാണെങ്കിൽ അവൻ ഖുവ്വത്തുള്ളവനായിത്തീരുന്നു. വലാ ദലീൽ ഇല്ലാ അനാലഹുൽ ഇസ്സ. നിന്ദ്യനായിട്ടുള്ള ഒരാൾ, അവന് പ്രതാപം വേണമെങ്കിൽ ഈ നാമം കൊണ്ടാണ് നേടാൻ സാധിക്കുക. വലാ ഫഖീരിൻ ഇല്ലാ അസാറഹു ഗനിയൻ. ദരിദ്രനായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ അള്ളാഹ് എന്നുള്ള നാമം കൊണ്ട് അവൻ ഗനിയാകുന്നു. വലാ മുസ്തവ്ഹിഷിൻ ഇല്ലാ ആനസഹു. ഏകാന്തനായി ഒറ്റപ്പെട്ട ഒരാളാണെങ്കിൽ അവന് ഒരു കൂട്ടായി ലഭിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. വലാ മഗ്ലൂബിൻ ഇല്ലാ അയ്യദഹു വനസറഹു വലാ മുത്തറിൻ ഇല്ലാ കശഫ ദർറഹു വലാ ശരീദിൻ ഇല്ലാ ആവാഹു. ആട്ടിയകറ്റപ്പെട്ട അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കീഴുദിക്കപ്പെട്ട അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ നാമം കൊണ്ട് അവൻ അതിൽ നിന്നെല്ലാം തുറവ് ലഭിക്കുന്ന ഒരാളായി മാറുന്നു. ഫഹുവൽ ഇസ്മുല്ലദി തുക്ശഫു ബിഹിൽ ഖുർബാത്ത്. ഈ നാമം കൊണ്ടാണ് എല്ലാവിധ ഞെരുക്കവും നീങ്ങുന്നത്. വതുസ്തൻസലു ബിഹിൽ ബറകാത്ത് വദ്ദഅവാത്ത്. എല്ലാവിധ ബറക്കത്തുകൾ ഇറങ്ങുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും ഈ നാമം കൊണ്ടാണ്. വതുഖാലു ബിഹിൽ അസറാത്ത് വതുസ്തദ്ഫഉ ബിഹിസ് സയ്യിആത്ത്. പാപങ്ങൾ മായ്ക്കപ്പെടാൻ, അത് ഒഴിവാക്കപ്പെടാൻ, അതിൻ്റെ ദോഷങ്ങൾ തടയാൻ അത് ഈ നാമം കൊണ്ടാണ് സാധിക്കുന്നത്. വതുസ്തജ്ലബു ബിഹിൽ ഹസനാത്ത്. നന്മകൾ നേടാൻ സാധിക്കുന്നത് ഈ നാമം കൊണ്ടാണ്. അഥവാ നമ്മൾ ഏത് ദിക്റും ദുആവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് എന്നുള്ള നാമം കൊണ്ടാണ് അതിലെല്ലാം അതിനെ വസീലയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടോ അതിനെ മുൻനിർത്തിക്കൊണ്ടോ എല്ലാമാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അള്ളാഹ് എന്നുള്ള നാമം അത്രയധികം പ്രത്യേകതയുള്ള കാര്യമാണ്. ഇനി അൽ ഇലാഹ് എന്നുള്ള നാമം. അൽ ഇലാഹ് എന്നുള്ളത് അള്ളാഹ് എന്നുള്ള വാക്കിന്റെ അടിസ്ഥാനമാണ് അൽ ഇലാഹ്. അതിൽ നിന്ന് രൂപാന്തരം വന്നിട്ടാണ് അള്ളാഹ് എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. ചില ഭാഷാപരമായിട്ടുള്ള ചില നിയമങ്ങളിലൂടെയാണ് അള്ളാഹ് എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. ഇനി അൽ ഇലാഹ് എന്നുള്ളതിനെയും ഉലമാക്കൾ അത് അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇലാഹ് എന്ന് നിരുപാധികം പറയുകയാണെങ്കിൽ ആരാധ്യൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പൊ ആരാധിച്ചാലും അവന്റെ ഇലാഹായിട്ട് മാറും. എന്നാൽ അൽ ഇലാഹ് എന്ന് അഥവാ ആരാധിക്കപ്പെടാൻ മഅബൂദായിട്ട് ഹക്കായിട്ട് അർഹനായിക്കൊണ്ട് ഒരാളുണ്ടെങ്കിൽ അത് അള്ളാഹു മാത്രമാണ് എന്നാണ് അൽ ഇലാഹ്. അൽ ഇലാഹിന്റെ അർത്ഥം അൽ മഅബൂദ് എന്നതാണ്. ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അൽ ഇലാഹ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിലെ 163-ാമത്തെ ആയത്തിൽ വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. സൂറത്തുൽ തൗബയിലെ 31-ാമത്തെ ആയത്തിൽ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ.
അവരോട് ഏകനായ ഇലാഹിനെ ആരാധിക്കാനല്ലാതെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. ബാക്കി പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്. ഇനി അല്ലാഹ് എന്നുള്ള വാക്കിന്റെ അർത്ഥത്തെ, ആശയത്തെ മനസ്സിലാക്കുന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ് ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സഹായകമാകുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നഹു ഖാല അല്ലാഹു ദുൽ ഉലൂഹിയത്തി വൽ ഉബൂദിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ. അല്ലാഹ് എന്നുള്ളത് ഉലൂഹിയത്തിന് അർഹനായിട്ടുള്ള, ഉബൂദിയത്തിന് അർഹനായിട്ടുള്ള എല്ലാ സൃഷ്ടികളുടെ മേലെയും ഉലൂഹിയത്തിനും ഉബൂദിയത്തിനും അർഹനായിട്ടുള്ളവനാണ്. രണ്ട് കാര്യങ്ങളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹ് എന്നുള്ള നാമത്തെ മനസ്സിലാക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഉലൂഹിയത്താണ്, രണ്ട് ഉബൂദിയത്താണ്. ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ, ദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അഥവാ ഇബാദത്തിന് അർഹനായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നതാണ് അൽ ഉലൂഹിയത്ത്. അഥവാ അള്ളാഹ് എന്നുള്ള നാമത്തിൽ നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞു, അള്ളാഹുവിന്റെ ഓരോ നാമത്തിലും ഓരോ വിശേഷണം ഉൾക്കൊണ്ടിട്ടുണ്ടാകുമെന്ന്. ഇപ്പൊ അലീം എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണമാണ് ഇൽമ് എന്ന് പറയുന്നത്. റഹീം എന്നുള്ള നാമത്തിൽ അല്ലെങ്കിൽ റഹ്മാൻ എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണമാണ് റഹ്മത്ത് എന്നുള്ളത്. അങ്ങനെ അള്ളാഹ് എന്നുള്ള നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള സിഫത്താണ് അൽ ഉലൂഹിയത്ത് എന്നുള്ളത്. ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത്. അപ്പോൾ അത് അള്ളാഹുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിന് ആ വിഷയത്തിൽ ഒരു പങ്കുകാരോ അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്നതിൽ ഒരു പങ്കുകാരനോ അല്ലെങ്കിൽ വേറൊരാളെങ്കിലും ആരാധിക്കപ്പെടാൻ അർഹനായിട്ടോ ആരുമില്ല എന്നുള്ളത്. രണ്ടാമത്തെ, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് ആരാധിക്കപ്പെടാൻ അർഹനാകുന്നത്? അതിനുള്ള കാരണം എന്താണ്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും മഹത്തായിട്ടുള്ള വിശേഷണങ്ങളുള്ളവൻ. എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനും അധികാരമുള്ളവനും റുബൂബിയത്തുള്ളവനും അള്ളാഹു മാത്രമാണ്. അള്ളാഹു മാത്രമാണ് കാരുണ്യം ചൊരിയാനും അനുഗ്രഹം ചൊരിയാനും അതുപോലെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സൃഷ്ടികളുടെ മേലെ കഴിവുള്ളവൻ. അള്ളാഹു മാത്രമാണ് എല്ലാവിധ കാര്യത്തിൻ്റെയും അറിവ് പരിപൂർണമായി ലഭിക്കുന്നവൻ, പൂർണ്ണമായ കഴിവുള്ളവൻ, പൂർണ്ണമായ പ്രതാപമുള്ളവൻ, സർവാധിപതിയായിട്ടുള്ളവൻ. അള്ളാഹുവിനാണ് പൂർണ്ണമായ ഗിന ഉള്ളവൻ, ഐശ്വര്യമുള്ളവൻ. ഗനി അള്ളാഹുവാണ്. ബാക്കിയുള്ളവരെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്. എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. എല്ലാവർക്കും ഉപജീവനം നൽകുന്നത് അള്ളാഹുവാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നത് അള്ളാഹുവാണ്. എല്ലാവരുടെ ഞെരുക്കങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ തീർത്തു കൊടുക്കുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു മാത്രമാണ് ഉലൂഹിയത്തിന് അർഹനായിട്ടുള്ളവൻ, ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ. ഇത് അള്ളാഹ് എന്നുള്ള നാമത്തിന്റെ ഒരു ഭാഗത്തെ ആശയത്തെ അറിയിക്കുന്നു. രണ്ടാമത്തെ ആശയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിൽ ഉബൂദിയത്താണ്. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അടിമകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അള്ളാഹ് എന്നുള്ള നാമത്തിന്റെ ആശയം ഒരു ഭാഗം ഉലൂഹിയത്ത് എന്നുള്ളത് അള്ളാഹുമായി ബന്ധപ്പെട്ടത്, അള്ളാഹു ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് അള്ളാഹു മാത്രമാണുള്ളത് എന്നുള്ളത്. ഉബൂദിയത്ത് എന്ന് പറഞ്ഞാൽ അടിമയുമായി ബന്ധപ്പെട്ട് അള്ളാഹ് എന്നുള്ള നാമത്തിനോടുള്ള കടമയാണ്. അതെന്താണ്? ആ അള്ളാഹുവിനെ മാത്രമേ അടിമകൾ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവാണ് ആരാധിക്കപ്പെടാൻ മാത്രം അർഹനായിട്ടുള്ളത് എന്നൊരർത്ഥം. രണ്ടാമത്തെ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ആ അള്ളാഹുവിനെ അടിമകളെല്ലാം ആരാധിക്കണം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുഖ്റൂഫിലെ 84-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹുൻ വഫിൽ അർളി ഇലാഹുൻ. അള്ളാഹുവാണ് ആകാശത്തിലും ഇലാഹായിട്ടുള്ളവൻ, ഭൂമിയിലും ഇലാഹായിട്ടുള്ളവൻ. അഥവാ ആകാശലോകത്തുള്ള മലക്കുകളെല്ലാം ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഭൂമിയിൽ ജീവിക്കുന്ന ജിന്നുവർഗമോ മനുഷ്യവർഗമോ മറ്റു ജന്തുജീവജാലങ്ങളോ മൃഗങ്ങളോ മത്സ്യങ്ങളോ പക്ഷികളോ അങ്ങനെ തുടങ്ങിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ആരാധിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹ് എന്നുള്ള നാമത്തിന്റെ രണ്ടാമത്തെ ആശയം ആ അള്ളാഹുവിനെ മാത്രമാണ് അടിമകൾ ആരാധിക്കേണ്ടത് എന്നാണ്. അപ്പൊ രണ്ടാശയങ്ങളാണ് അള്ളാഹ് എന്നുള്ള നാമത്തിന്. ദുൽ ഉലൂഹിയ, ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണ്. ദുൽ ഉബൂദിയ, അള്ളാഹുവിനെ മാത്രമാണ് അടിമകൾ ആരാധിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സൂറത്തു ത്വാഹയിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നനി അനല്ലാഹ്, ഞാനാണ് അള്ളാഹു, തീർച്ചയായും ഞാനാണ് അള്ളാഹു എന്ന് അള്ളാഹു പറയാണ്. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ഒരാളുമില്ല. ദുൽ ഉലൂഹിയത്തിന്റെ ഭാഗം. ഫഅ്ബുദ്നി,
എന്നിട്ട് പറഞ്ഞു എന്നെ മാത്രം നീ ആരാധിക്കുക. അത് ഉബൂദിയത്തിന്റെ ഭാഗം. വഖിമിസ്സലാത്ത ലിദിക്രി, ഇബാദത്തിന്റെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. മറ്റൊരു ആയത്ത് സൂറത്തുൽ അംബിയായിലെ 25-ാമത്തെ ആയത്തിൽ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന. ഒരു റസൂലിനെയും താങ്കൾക്ക് മുമ്പായി നാം നിയോഗിച്ചിട്ടില്ല, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ, അഥവാ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന് പറയാതെ. എന്നിട്ട് തൊട്ടടുത്ത് പറഞ്ഞു ഫഅ്ബുദൂനി, അതുകൊണ്ട് നിങ്ങൾ ഫഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് അല്ലാഹു തആല പറയാൻ. അപ്പോൾ ഈ ഉലൂഹിയത്തും ഉബൂദിയത്തും അള്ളാഹ് എന്നുള്ള നാമത്തിനകത്ത് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് അള്ളാഹ് എന്നുള്ള നാമവും അതുപോലെ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അൽ ഇലാഹ് എന്നുള്ള നാമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് അർ-റബ്ബ്. അർ-റബ്ബ് എന്നുള്ള നാമം വിശുദ്ധ ഖുർആനിൽ ഏകദേശം 500-ലധികം തവണ അർ-റബ്ബ് എന്നുള്ള പദം വന്നിട്ടുണ്ട്. അർ-റബ്ബ് എന്നുള്ള പദം 500-ലധികം തവണ വന്നിട്ടുണ്ട്. ചില ആയത്തുകൾ സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ ആയത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സൂറത്തുൽ അൻആമിലെ 162-ാമത്തെ ആയത്തിൽ ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു എൻ്റെ നിസ്കാരം, എൻ്റെ അറവ്, എൻ്റെ ജീവിതം, എൻ്റെ മരണം അതെല്ലാം റബ്ബുൽ ആലമീനായ അള്ളാഹുവിനുള്ളതാണ്. സൂറത്തുൽ അൻആമിലെ 164-ാമത്തെ ആയത്തിൽ ഖുൽ ഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ. അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു റബ്ബിനെയാണോ ഞാൻ എടുക്കേണ്ടത്? അള്ളാഹു ആണെങ്കിൽ എല്ലാത്തിൻ്റെയും റബ്ബാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അറബ് എന്നുള്ള പദം വന്നിട്ടുണ്ട്. ഇനി എന്താണ് അറബ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താണ്? റബ്ബ് എന്നുള്ളതിന്റെ ആശയം ദുർറുബൂബിയത്തി അലാ ഖൽഖിഹി അജ്മഈൻ, എല്ലാ സൃഷ്ടികളുടെ മേലെയും റുബൂബിയത്തുള്ളവനാണ്. റുബൂബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൽഖൻ, സൃഷ്ടിക്കുന്നത് കൊണ്ട്, അഥവാ എല്ലാവരെയും സൃഷ്ടിച്ചത് അവനാണ്. വമുൽക്കൻ, ആ എല്ലാ സൃഷ്ടികളെയും മേലെയുള്ള അധികാരം അവനാണുള്ളത്. വതസറുഫൻ വതദ്ബീറൻ, എല്ലാ സൃഷ്ടികളുടെ മേലെ എന്ത് തരത്തിലുള്ള മാറ്റം വരുത്താനും അതിൻ്റെ അധികാരമുള്ളതും അള്ളാഹുവിനാണ്. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും അധികാരപ്പെടുത്തിയിട്ടുമുള്ള ആ കഴിവുകളുള്ളവനാണ് റബ്ബ് എന്ന് പറയുന്നത്. ഇനി ഈ റബ്ബ് എന്നുള്ള പദത്തിനെ അറബിയിൽ, കലാമുൽ അറബിൽ മറ്റു പല ആളുകൾക്ക് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ല ഈ വാക്കിനെ അഥവാ റബ്ബ് എന്നുള്ള നാമത്തെ വിശദീകരിക്കുന്ന നേരത്ത് പറയുന്നുണ്ട്, ഒരു അനുസരിക്കപ്പെടുന്ന നേതാവിനെ അറബിയിൽ റബ്ബ് എന്നുള്ള പദത്തിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ അതിനെ നന്നാക്കുന്ന മുസ്ലിഹായിട്ടുള്ള, അതുമായി ബന്ധപ്പെട്ട് അതിനെ അധികാരപ്പെടുത്തുന്ന ആളെ അറബിയിൽ റബ്ബ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഖുർആനിൽ തന്നെ സൂറത്ത് യൂസുഫിലൊക്കെ വന്നിട്ടുണ്ടല്ലോ റബ്ബ് എന്നുള്ള പദം, യജമാനന് ഒക്കെ വരാറുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യം അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരാൾ റബ്ബ് എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അർ-റബ്ബ് എന്ന് പറയുമ്പോൾ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് പറയാണ്, ഫറബ്ബുനാ ജല്ല സനാഉഹു അസ്സയ്യിദു അല്ലദീ ലാ ശിബ്ഹ ലഹു വലാ മസല ഫീ സുഅ്ദദിഹി. നമ്മുടെ റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയ്യിദാണ്. ആ സയ്യിദ് എന്ന് പറഞ്ഞാൽ മറ്റൊരു നേതാവാണ്. മലയാളത്തിൽ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുക. സയ്യിദാണ്, എന്നാൽ മറ്റൊന്നിനോടും ഒരു തരത്തിലുമുള്ള സാമ്യതയില്ലാത്തവൻ. വൽ മുസ്ലിഹു അംറ ഖൽഖിഹി ബിമാ അസ്ബഗ അലൈഹിം മിൻ നിഅമിഹി, അടിമകളുടെ സൃഷ്ടികളുടെ എല്ലാവിധ കാര്യങ്ങളും നന്നാക്കുന്നവനാണ് അവന്റെ നിഅമത്തുകൾ വിശാലമായി ചൊരിഞ്ഞുകൊണ്ട്. വൽ മാലികുൽ ലദീ ലഹുൽ ഖൽഖു വൽ അംറു, സൃഷ്ടിപ്പിന്റെയും അതുപോലെ തന്നെ ആ സൃഷ്ടികളുടെ മേലെ എന്തൊരു തീരുമാനത്തിന്റെയും അധികാരം പൂർണ്ണമായിട്ടുള്ള മാലിക്കാണ് അർ റബ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ അറബി ഭാഷയിൽ അല്ലാത്ത ചില ആളുകളൊക്കെ റബ്ബ് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അള്ളാഹുവിനെ അർ റബ്ബ് എന്നുള്ള പദം പറയുമ്പോൾ മറ്റൊന്നിനോടും സാമ്യതയില്ലാത്ത വിധത്തിൽ അധികാരമുള്ള, സൃഷ്ടിക്കാനും നിയന്ത്രിക്കാനും അതിൽ കൽപ്പിക്കാനുമുള്ള അധികാരമുള്ള, പൂർണ്ണമായ അധികാരമുള്ള ആളാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്നുൽ അസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം റബ്ബ് എന്നുള്ള പദത്തിന്റെ ആശയം പറയുന്നുണ്ട്. അർ-റബ്ബ് യുത്ലഖു ഫിൽ ലുഗതി അലൽ മാലിക് വസ്സയ്യിദ് വൽ മുദബ്ബിർ വൽ മുറബ്ബി വൽ ഖയ്യിം വൽ മുൻഇം. അർ-റബ്ബ് എന്നുള്ള പദത്തിനെ ഭാഷയിൽ നിരുപാധികം പറയുകയാണെങ്കിൽ മാലിക് എന്നുള്ള അർത്ഥം, അധികാരം എന്ന അധികാരി എന്ന അർത്ഥം, സയ്യിദ് എന്നുള്ള അർത്ഥം, വൽ മുദബ്ബിർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥം, വൽ മുറബ്ബി കൊണ്ടുവരുന്നവൻ എന്ന അർത്ഥം, വൽ ഖയ്യിം നിയന്ത്രിക്കുന്നവൻ എന്ന അർത്ഥം,
വൽ മുൻഇം, അനുഗ്രഹങ്ങൾ ചൊരിയുന്നവൻ എന്നുള്ള അർത്ഥം, ഇതെല്ലാം റബ്ബ് എന്നുള്ള പദത്തിന് വരുന്നുണ്ട്. എന്നാൽ വലാ യുത്ലഖു ഗൈറ മുദാഫിൻ ഇല്ലാ അലല്ലാഹി തആല വഇദാ അത്ലഖ അലാ ഗൈരിഹി ഉദീഫ ഫയുഖാൽ റബ്ബു കദാ. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർത്തി പറയുമ്പോഴാണ് ഈ പരിപൂർണമായ അർത്ഥങ്ങൾ വരുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് പറയുകയാണെങ്കിൽ റബ്ബു കദാ, ഒരു വീടിന്റെ യജമാനനെ റബ്ബുൽ ബൈത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ യജമാനനെ ഇന്ന റബ്ബുൽ എന്തെങ്കിലും ഒരു മൃഗത്തിൻ്റെയോ ഒട്ടകത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ രീതിയിൽ പറയും. പക്ഷേ നിരുപാധികം പറയുമ്പോൾ അള്ളാഹുവിന് ഈ വിശേഷങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് പറയാറുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ റബ്ബ് എന്നുള്ള പദത്തിന് ധാരാളം, ഈ ഒരു ഒറ്റ ആശയത്തിനപ്പുറത്തേക്ക് മറ്റു പല നാമങ്ങളുടെയും, അള്ളാഹുവിൻ്റെ മറ്റു പല നാമങ്ങളുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന അർത്ഥമാണ് റബ്ബ് എന്നുള്ള പദത്തിനുള്ളത് എന്ന് പറഞ്ഞത് കാണാം. നോക്കൂ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, ഇന്ന റബ്ബ ഹുവൽ ഖാദിറുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. റബ്ബ് എന്നുള്ളത് എല്ലാത്തിനും കഴിവുള്ളവനും സൃഷ്ടിക്കാൻ കഴിവുള്ളവനും അതുപോലെ അതിന് രൂപം നൽകുന്നതും, അൽ ഹയ്യുൽ ഖയ്യൂം എന്നെന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും, അൽ അലീമുസ് സമീഉൽ ബസീർ എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനും, അൽ മുഹ്സിനുൽ മുൻഇമുൽ ജവാദ് എല്ലാവിധ അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനും അങ്ങേയറ്റം ഔദാര്യം കാണിക്കുന്നവനും, അൽ മുഅ്തി അൽ മാനി നൽകുന്നവനും തടയുന്നവനും, അദ്ദാറുൻ നാഫി ഉപകാരമുണ്ടാവുന്നവനും ഉപദ്രവമുണ്ടാക്കുന്നവനും, അൽ മുഖദ്ദിമുൽ മുഅഖിർ ആദ്യമുള്ളവനും അവസാനമില്ലാതെ നിലനിൽക്കുന്നവനും, അല്ലദീ യുദില്ലു മൻ യശാ വയഹ്ദി മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കുന്നു, ഉദ്ദേശിക്കുന്നവരെ നേരായ മാർഗത്തിലാക്കുന്നു, വയുസ്ഇദു മൻ യശാ വയുഷ്ഖി മൻ യശാ ചിലർക്ക് സൗഭാഗ്യമുള്ളവരാക്കുന്നു, ചിലരെ ദൗർഭാഗ്യവാന്മാരാക്കുന്നു, വയുഇസ്സു മൻ യശാ വയുദില്ലു മൻ യശാ ചിലർക്ക് പ്രതാപം നൽകുന്നു, ചിലർക്ക് നിന്ദ നൽകുന്നു. അങ്ങനെയുള്ള എല്ലാ പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ആശയമാണ് അർ റബ്ബ് എന്നുള്ള പദത്തിനുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാണ്. അപ്പോൾ റബ്ബ് എന്നുള്ള പദം വിശാലമായ അർത്ഥത്തിലുള്ളതാണ്. സ്വന്തത്തെ നിയന്ത്രിക്കുന്നതോടൊപ്പം ബാക്കി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും അർശിനുമേൽ ഇസ്തിവാ ചെയ്തവനും അധികാരം കൊണ്ടും നിയന്ത്രണം കൊണ്ടും ഏകനായിട്ടുള്ളവനും എല്ലാ കാര്യങ്ങൾ മടങ്ങുന്നവനും എല്ലാ കാര്യങ്ങളും മലക്കുകൾ മുഖേന മലക്കുകളെ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിയന്ത്രിക്കുന്നവനും നൽകുന്നവനും തടയുന്നവനും ഉയർത്തുന്നവനും താഴ്ത്തുന്നവനും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവനാണ് അർ റബ്ബ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റഹ്മാനിലെ 29-ാമത്തെ ആയത്തിൽ പറഞ്ഞു, യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് ആകാശങ്ങളിലുള്ളവരും ഭൂമിയിലുള്ളവരും അവനോട് ചോദിക്കുകയാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നിയന്ത്രിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണ്ട് എന്നുള്ളത്. അഥവാ എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവനാണ് അർ റബ്ബ് എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയതേ ഒരു അടിമയ്ക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു തടഞ്ഞത് ഒരു വിധേനയും നേടിയെടുക്കാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കില്ല. അവന്റെ അടുക്കലേക്കാണ് മലക്കുകൾ ഉയർന്നു പോകുന്നത്. അവന്റെ അടുക്കലാണ് രാവിലെയും രാത്രിയിലും അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്നത്. എല്ലാത്തിനും കഴിവുള്ളവൻ അവനാണ്. ഓരോന്നിനും ഇന്ന കാര്യം ഇന്ന സമയത്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് അവനാണ്. അതിനുള്ള കാരണങ്ങളെ ഒരുക്കുന്നതും അവനാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് എന്നുള്ള പദം ഈ ആശയങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വിശാലമായിട്ടുള്ള പദമാണ്. ഇനി റബ്ബ് എന്നുള്ള പദത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള വിശേഷണം എന്താണ്? റുബൂബിയത്താണ്, നിയന്ത്രിക്കുക എന്നുള്ള ആശയമാണ്. രണ്ട് തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തർബിയത്തുള്ളത്. റുബൂബിയത്ത് എന്നുള്ളതിൽ തർബിയത്ത് വളർത്തിക്കൊണ്ടുവരിക, കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത്. രണ്ട് തരത്തിലാണ് റബ്ബ് എന്നുള്ള പദത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള തർബിയത്ത്. രണ്ട് തരത്തിലാണ്. ഒന്നാമത്തേത് റുബൂബിയത്തുൻ ആമ്മത്തുൻ, പൊതുവായിട്ടുള്ള റുബൂബിയത്ത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാവട്ടെ ധിക്കരിക്കുന്നവനാവട്ടെ, പുണ്യം ചെയ്യുന്നവനാവട്ടെ തെമ്മാടിയാവട്ടെ, മുഅ്മിനാവട്ടെ കാഫിറാവട്ടെ, എല്ലാ മനുഷ്യർക്കും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നൽകുകയും തടയുകയും അവർക്ക് കാര്യങ്ങൾ തീരുമാനം നടപ്പിലാക്കുകയും അവരെ അധികാരപ്പെടുത്തുകയും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നിയന്ത്രിക്കുന്നവൻ, ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നവരും മുൽത്തറായിട്ടുള്ള ആവശ്യക്കാരനായി ഞെരുക്കത്തിലുള്ളവന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നവനും എല്ലാം അള്ളാഹുവാണ്.
ആ റബ്ബ് എന്നുള്ളത് പൊതുവായിട്ടുള്ള ആശയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിൽ പറഞ്ഞ പോലെ എല്ലാവരുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലുമാണോ ഏതെങ്കിലും നസ്രാനിക്കോ ഏതെങ്കിലും ജൂതനോ ഏതെങ്കിലും മുശ്രിക്കിനോ ഭക്ഷണം കൊടുക്കുന്നത്? അല്ല. അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അല്ല. അവർക്ക് മഴ പെയ്യിപ്പിക്കുന്ന വേറെ ആരെങ്കിലും ആണോ? മുസ്ലിമുകൾക്ക് വേറെ ഇലാഹ്, അവർക്ക് വേറെ ഇലാഹ്? ഇല്ല. എല്ലാത്തിൻ്റെയും റബ്ബ് ഒന്നാണ്. രണ്ടാമത്തേത് തർബിയത്തുൻ ഖാസ്സ, പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ തർബിയത്ത്. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, ഈമാനുള്ളവർക്ക്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നൽകുന്ന തർബിയത്താണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ, അതുപോലെ തന്നെ കാര്യങ്ങൾ എളുപ്പമായി കിട്ടാൻ, ഇബാദത്തിനുള്ള തൗഫീഖ് ലഭിക്കാൻ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് തർബിയത്തുൻ ഖാസ മുഅ്മിനീങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് പ്രത്യേകമായി നൽകുന്നവൻ. അതുകൊണ്ടാണ് ആ ഒരു തർബിയത്തുള്ളത് കൊണ്ടാണ്, ആ ഒരു റുബൂബിയത്ത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഖുർആനിൽ വന്നിട്ടുള്ള ധാരാളം പ്രാർത്ഥനകൾ, ഇനി ഹദീസിലുള്ള ധാരാളം പ്രാർത്ഥനകളാണെങ്കിലും ആ പ്രാർത്ഥനകളെ തുടക്കം എന്താണ്? റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അധിക ദുആകളിലും ആരംഭം എങ്ങനെയാണ്? റബ്ബന എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് റബ്ബന എന്ന വാക്ക് പറയുമ്പോൾ ഈ ആശയം മുഴുവൻ നമ്മുടെ ഉള്ളിൽ വരണം. അഥവാ ഇപ്പൊ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും അധികാരത്തിൻ്റെയും കഴിവിൻ്റെയും ആ പരിപൂർണമായ ആശയം നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ റബ്ബന എന്നുള്ള വാക്ക് വിളിക്കേണ്ടത്, അല്ലെങ്കിൽ റബ്ബി എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റബ്ബ് എന്നുള്ള പദം അല്ലെങ്കിൽ ഈ നാമം, ഈ നാമത്തിലുള്ള ഈമാൻ നമുക്ക് നിർബന്ധമാക്കുന്ന കാര്യം എന്താണ്? ഒരാൾക്ക് അള്ളാഹുവിനെ റബ്ബായി മനസ്സിലായി കഴിഞ്ഞാൽ അവന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇഖ്ലാസ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ പൂർണ്ണമായ വിധേയത്വം അള്ളാഹുവിന് മുമ്പിൽ കാണിച്ച് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നതിലേക്ക് ക്ഷണിക്കുന്നിടത്ത്, അതിനെപ്പറ്റി പറയുന്നിടത്ത്, അതിനെപ്പറ്റി പരാമർശിക്കുന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്തിനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കാണാം. ഉദാഹരണം സൂറത്തുൽ അംബിയായിലെ 92-ാമത്തെ ആയത്തിൽ കാണാം, വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. എന്താ ഉദ്ദേശം? ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാനാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്, ഞാനാണ് നിങ്ങളുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, നിങ്ങളെ ജീവിപ്പിക്കുന്നത്, നിങ്ങളെ മരിപ്പിക്കുന്നത്, നിങ്ങളുടെ മേലെ പൂർണ്ണ അധികാരമുള്ളത് എനിക്കാണ്, അതുകൊണ്ട് എന്നെ ആരാധിക്കണം. സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, എന്താ പറഞ്ഞത്? റബ്ബിനെ പറ്റി പറഞ്ഞിട്ടാ പറയുന്നത്. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അള്ളാഹു തആല പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ റബ്ബായി മനസ്സിലാക്കുമ്പോൾ, ആ റുബൂബിയത്ത് ഖൽബിൽ ഉറക്കുമ്പോൾ അവനിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്നുള്ളത് അവൻ ഇഖ്ലാസ് ഉള്ളവനാവുക എന്നുള്ളതാണ്. കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ ഇഖ്ലാസ് ഉള്ളവനാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുമ്പോഴാണ് ഒരുവന് പൂർണ്ണമായിട്ടുള്ള അള്ളാഹുവിലുള്ള റിളയുടെ സ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കുക. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടാതെ ഈമാനിന്റെ ഉന്നതമായ ആ അവസ്ഥയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയിൽ ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഹദീസിൽ നമുക്ക് കാണാം, തഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅമൽ ഈമാൻ, ഈമാനിന്റെ ആ രുചി, അത് ആസ്വദിക്കുന്നത്, അത് രുചിക്കുന്നത്, ആ ആസ്വാദനം ലഭിക്കുന്നത് മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുന്നിടത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മുടെ മേലെയുള്ള ഈ പൂർണ്ണമായ നിയന്ത്രണവും തീരുമാനങ്ങളും അധികാരവും അതെല്ലാം തൃപ്തിപ്പെടുത്തുന്നിടത്താണ്. വബിൽ ഇസ്ലാമി ദീനൻ, അള്ളാഹുവിന്റെ ഈ ദീനിനെ, ഇസ്ലാമിനെ ദീനായിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തേണ്ട, പാലിക്കേണ്ട ഒരു കാര്യമായിക്കൊണ്ട് തൃപ്തിപ്പെടുന്നിടത്താണ്. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, അള്ളാഹുവിന്റെ റസൂലായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി തൃപ്തിപ്പെടുന്നിടത്താണ് എന്ന് സ്വഹീഹ് മുസ്ലിമിലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ റുബൂബിയത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഖ്ലാസാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഇഖ്ലാസിനോടൊപ്പം തന്നെ റുബൂബിയത്ത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് പൂർണ്ണമായ
അള്ളാഹുവിലുള്ള ആ തവക്കുലിൻ്റെ പരിപൂർണതയും അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ മേലെയുള്ള ആ ദൃഢതയുമാണ്. കാരണം റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിനെ റബ്ബായി മനസ്സിലാക്കുമ്പോൾ അവൻ മനസ്സിലാക്കണം മാ ശാഅ കാന വമാ ലം യശ ലം യകുൻ. അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് സംഭവിക്കും, അള്ളാഹു ഉദ്ദേശിക്കാത്തതെന്തോ അത് സംഭവിക്കുകയുമില്ല എന്ന് മനസ്സിലാക്കണം. ഒരു അണുമണി, ഒരു ആറ്റം, അതിന് എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ, ഒരു ചലനം വരണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ നടക്കില്ല. ഓരോ സൃഷ്ടിയുടെയും ഓരോ മനുഷ്യൻ്റെയും കൽബ് അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ നേരെ നിർത്തുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാറ്റുന്നു. അങ്ങനെ എല്ലാവിധ കാര്യത്തിൻ്റെയും പൂർണ്ണമായ ആ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നുള്ള ദൃഢമായ ബോധ്യം റബ്ബ് എന്നുള്ള നാമത്തെ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകും. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നുള്ളതിൻ്റെ ആശയത്തിൻ്റെ പൂർണ്ണഭാഗം. ഇയ്യാക നഅ്ബുദു ഇഖ്ലാസിനെ അറിയിക്കുന്നു, ഇയ്യാക നസ്തഈൻ തവക്കുലിനെ അറിയിക്കുന്നു. അതുപോലെ സഹോദരങ്ങൾ, റുബൂബിയത്ത് എന്നുള്ളത് ഒരു അടിമയുടെ കൽബിൽ ഉറച്ചു കഴിഞ്ഞാൽ അതാണ് ആദ്യം ഉറക്കേണ്ട കാര്യം. അതിൻ്റെ മേലെയാണ് പിന്നീട് ഉലൂഹിയത്ത് ഉയർന്നു പോകുന്നത്. കാരണം അള്ളാഹു ആണ് എന്നെ സൃഷ്ടിച്ചത്, എന്നെ നിയന്ത്രിക്കുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്, എൻ്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നത്, ഭൂമിയെ നിയന്ത്രിക്കുന്നത്, സൂര്യനെ നിയന്ത്രിക്കുന്നത്, ചന്ദ്രനെ നിയന്ത്രിക്കുന്നത്, ഈ കാണുന്ന ലോകത്തുള്ള എല്ലാ ജന്തുജീവജാലങ്ങളെയും മത്സ്യങ്ങളെയും നിയന്ത്രിക്കുന്നത്, ഒരു ചെടി മുളപ്പിക്കുന്നത് അള്ളാഹുവാണ്, ഒരു മരത്തിൻ്റെ ഇല വീഴുന്നത് ഇന്ന സ്ഥലത്ത് വീഴണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെതാണെന്ന് ആ വിശ്വാസം ഉറക്കുമ്പോൾ അതിൽ നിന്ന് ഉലൂഹിയത്ത് ഉണ്ടാകണം. അതിൽ നിന്ന് ഉലൂഹിയത്ത് ഉന്നതമായ അവസ്ഥയിലെത്തും. ഒരാൾ തൗഹീദ് സാക്ഷാത്കരിക്കുന്ന ഉന്നതമായ അവസ്ഥയിലേക്ക് എത്താൻ ഈ റുബൂബിയത്ത് എന്നുള്ളത് കൽബിൽ ഉറക്കുമ്പോൾ ആദ്യത്തെ തഅല്ലുഖ് കൽബിൽ റുബൂബിയത്തുമായി ഉണ്ടാകും. അതിൽ നിന്നാണ് ഉലൂഹിയത്തുമായിട്ടുള്ള തഅല്ലുഖ് ഒരാൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ശക്തിപ്പെടുക. അതുകൊണ്ടാണ് ഖുർആനിൽ ഷിർക്കിൻ്റെ ആളുകൾ, തൗഹീദിനെതിരായിട്ടുള്ള ഷിർക്കിൻ്റെ ആളുകളോട് അവരോടൊരു ഹുജ്ജത്തായിക്കൊണ്ട് റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ എന്ന് പറയാനുള്ള കാരണം. ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലുള്ള മുശ്രിക്കീങ്ങളോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങളിൽ അല്ലാഹു തആല ഹുജ്ജത്തായി അവിടെ സ്ഥാപിച്ചൊരു കാര്യം, നിങ്ങൾ റുബൂബിയത്ത് അംഗീകരിക്കുന്നുണ്ടല്ലോ, നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് ഞാനാണ്, നിങ്ങളുടെ മേലെ അധികാരമുള്ളത് ഞാനാണെന്ന് അംഗീകരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ റുബൂബിയത്ത് യഥാവിധി ഉറച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ് ഇഖ്ലാസ്. ആ ഇഖ്ലാസിനെ ശക്തിപ്പെടുത്താൻ, ആ തൗഹീദിനെ പൂർത്തീകരിക്കാൻ അത് വളരെയധികം ഉപകരിക്കും. നോക്കൂ, മുശ്രിക്കീങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു നോക്കൂ, വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ് ഫഅന്നാ യുഫഖൂൻ. സൂറത്ത് സുഖ്റൂഫിലെ 87-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഇൻ സഅൽതഹും, നബിയെ താങ്കൾ ചോദിച്ചാൽ, മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്, ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അത് അല്ലാഹുവാണ്. ഫഅന്നാ യുഫഖൂൻ. പിന്നെ എങ്ങനെയാണ് അവർ ഈ തെറ്റിക്കപ്പെടുന്ന ഈ അവസ്ഥയിലായി പോകുന്നത്, ശിർക്കിന്റെ ആളുകളായി പോകുന്നത്? സൂറത്തുൽ മുഅ്മിനൂനിലെ 84-85 ആയത്തുകളിൽ ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ, നബിയെ ചോദിച്ചു നോക്ക്, ഈ ഭൂമിയിലുള്ളതും ഭൂമിയും അതിലുള്ളതെല്ലാം ആരുടേതാണെന്ന്. സയഖൂലൂന ലില്ലാഹ്, അവർ പറയുന്നത് അല്ലാഹുവിൻ്റെയാണ്. ഖുൽ അഫലാ തദക്കറൂൻ, നബിയെ പറയുക, നിങ്ങൾ എന്താണ് ചിന്തിച്ച് മനസ്സിലാക്കാത്തത്? അപ്പോൾ ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ഒരു ഹുജ്ജത്തായിക്കൊണ്ട് അല്ലാഹു തആല ചോദിച്ച ചോദ്യം റുബൂബിയത്ത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ റുബൂബിയത്ത് ഉറക്കുന്ന ഒരാൾക്ക് അവനിൽ ആ റുബൂബിയത്ത് അവൻ യഥാർത്ഥത്തിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവന് പിന്നെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കും, സൃഷ്ടാവല്ലാത്ത, നിയന്ത്രാവല്ലാത്ത, നമ്മുടെ മേലെ അധികാരമില്ലാത്ത ഒരാൾ നമ്മൾ എങ്ങനെയാണ് ആരാധിക്കുക? ഒരാൾ എങ്ങനെയാണ് ഇബാദത്ത് ചെയ്യുക? ഷിർക്കിന്റെ നിരർത്ഥകത മനസ്സിലാക്കാൻ അർ-റബ്ബ് എന്നുള്ള നാമം മാത്രം മനസ്സിലാക്കിയാൽ തന്നെ എളുപ്പത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ റബ്ബ് എന്നുള്ള നാമത്തിന്റെ ആശയം വിശാലമാണ്. നമ്മൾ ഓരോ സമയത്തും ദുആകളിൽ റബ്ബന എന്ന് പറയുമ്പോഴേക്കും ഈ വരുന്ന എല്ലാവിധ ഈ നാമങ്ങളുടെയും ഈ കഴിവിൻ്റെയും ഈ ആശയത്തെയും മുഴുവൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ മനസ്സിൽ ആഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുമ്പോൾ തീർച്ചയായിട്ടും ആ ദുആയിൽ തന്നെ നമുക്കുള്ള മാറ്റം നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് റബ്ബുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇൻഷാ അല്ലാഹ് അടുത്ത റഹ്മാൻ റഹീം എന്നുള്ള നാമങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.